ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ചിക്കൻ ദം ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് എൻ്റെ വീഡിയോ നിങ്ങൾ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ഒന്ന് ശ്രമിക്കണം കേട്ടോ. അതുപോലെ നിങ്ങൾ ഇതുവരെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാൻ ഇതവിടെ 500 ഗ്രാം ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മീഡിയം സൈസായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരുപാട് വലുപ്പത്തിൽ ഞാൻ എടുക്കാറില്ല കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ചിക്കനിലേക്ക് ആദ്യം തന്നെ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വെക്കണം. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചെടുത്തതും അതുപോലെ 1.5 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചെടുത്തതും 1 പച്ചമുളക് ഒന്ന് നന്നായിട്ട് ചതച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്നുമല്ല, നമ്മൾ ഒരു അമ്മിക്കല്ല് വെച്ചിട്ടാണ് ഇത് ചതച്ചെടുത്തിട്ടുള്ളത്. ഒരുപാട് അങ്ങ് അരച്ചെടുക്കണ്ട കേട്ടോ. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിയിലയാണ്. ഞാൻ ഇവിടെ ഒരു 1/4 കപ്പ് മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ എത്രയാണോ മല്ലിയില എടുക്കുന്നത് വെച്ചാൽ അതിൻ്റെ ഒരു 4/1 ഭാഗം മാത്രം പുതിനയില ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കുക. ഒരുപാട് വേണ്ട, 1 ടീസ്പൂൺ മാത്രം മതി കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നമുക്ക് കൈവച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഞാൻ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ബിരിയാണിയിലേക്കുള്ള സവാളയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇതവിടെ 5 സവാള നന്നായിട്ട് കനം കുറച്ചിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മസാല എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് സവാള എടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 2 കുടം വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ഇഞ്ച് നീളത്തിലുള്ള ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ഞാനിത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. അതല്ലെങ്കിൽ ഇതിൽ കുടുങ്ങി കളിക്കും, ഇത് ചതഞ്ഞ് കിട്ടൂല. അങ്ങനെ ഞാൻ ഇതെല്ലാം കൂടി ഇവിടെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് അരച്ചെടുക്കണം, നന്നായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതിയേ. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചിക്കനിലെല്ലാം നന്നായിട്ട് മസാലയെല്ലാം പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കി എടുക്കാം. ഞാൻ ഇതവിടെ സ്റ്റൗവിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ നേരത്തെ ചിക്കനിലെല്ലാം ഉപ്പ് ചേർത്ത് കൊടുത്തതാണ്. അങ്ങനെ ഇതെല്ലാം കൂടി നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ സവാള നന്നായിട്ട് തന്നെ ഒന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ പച്ചമുളകും കൂടി ചതച്ചെടുത്തത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറി വരുന്നത് പോലെ ഇതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇതെല്ലാം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്താൽ മതിയേ. അങ്ങനെ ഇതിൻ്റെ പച്ചമുളകൊക്കെ ഇവിടെ മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ വലിപ്പമുള്ള 2 തക്കാളി കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ തന്നെ ഞാൻ ഇവിടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ പൊടികളുടെ ആ ഒരു പച്ചമണമെല്ലാം മാറി വരുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇത് ഞാൻ എന്നും പറയുന്നത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ആരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. അങ്ങനെ ഇതെല്ലാം ഇവിടെ നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മസാലയൊക്കെ പുരട്ടി വെച്ച് നമ്മുടെ ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
പിന്നെ ഇതാ ഇതിൽ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവേനു കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇനി വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതിവിടെ മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇടയ്ക്കെല്ലാം ഞാൻ തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. 2-3 പ്രാവശ്യം തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇവിടെ ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു ടൈമിൽ ഞാൻ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ല നന്നായിട്ട് വെള്ളമെല്ലാം ഇറങ്ങി വരും കേട്ടോ. അങ്ങനെ ഇതിവിടെ വീണ്ടും മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയം കൊണ്ട് മസാല തയ്യാറായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ചോറ് തയ്യാറാക്കാം. അപ്പം ഞാൻ അവിടെ ഒരു അലൂമിനിയം പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് ഓയിലാട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഒരു വലിയ സവാള നന്നായിട്ട് കനം കുറച്ചിട്ട് അരിഞ്ഞിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അത് നമുക്ക് ദം ചെയ്യുന്ന സമയത്ത് ആവശ്യമായിട്ടുള്ളതാണ് ഈ ഒരു സവാള. അങ്ങനെ ഇതാ സവാള നന്നായിട്ട് എന്താ പറയുക ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് വീണ്ടും ഞാൻ ഇതവിടെ ചിക്കൻ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചിക്കന് നല്ലതുപോലെ വെള്ളമെല്ലാം ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ ഇത് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് അതായത് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരിക്കലും നെയ്യ് ആദ്യം തന്നെ മസാലയിൽ ചേർത്ത് കൊടുക്കില്ല കേട്ടോ, ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കൽ. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഇതവിടെ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഞാൻ ഇതിവിടെ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ അതായത് സവാള ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഓയിൽ നന്നായിട്ട് ഈ ഒരു പാത്രത്തിൽ കുറഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ ഇവിടെ 3/4 കപ്പ് ഓയിലാട്ടോ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നെയ്യ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മാത്രം ഒഴിച്ച് കൊടുക്കുന്നതേ കാണിക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 3 ഏലക്കായും 2-3 പീസ് പട്ടയും അതുപോലെ 2 ഗ്രാമ്പു കൂടി ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ബേ ലീവ്സ് എല്ലാം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു എന്താ പറയുക ഗ്രാമ്പൂവിൻ്റെ ടേസ്റ്റ് എനിക്ക് അധികം ഇഷ്ടമല്ല. ഞാൻ എത്ര ചോറ് വെക്കുന്നതാണെങ്കിലും ഈ 2 പീസ് മാത്രമേ ഇട്ട് കൊടുക്കലുള്ളൂ. അങ്ങനെ ഇതിവിടെ നന്നായിട്ട് ഞാൻ മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ 4 കപ്പ് അരിയാണ് എടുക്കുന്നത്. 4 കപ്പ് 250 ml കപ്പിനാണ് 4 കപ്പ് അരി എടുക്കുന്നത്. ഇപ്പോൾ 1 കപ്പിന് 1.5 കപ്പ് വെള്ളത്തിൻ്റെ ആ ഒരു കണക്കിലാട്ടോ ഞാൻ ഇതിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ കുറച്ച് മല്ലിയിലയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ അരി ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വെള്ളം ഇവിടെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ജീരകശാല അരിയാട്ടാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഇത് അരി മുഴുവനും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഇത് അരി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചോറ് പൊടിഞ്ഞു പോവുകയും ചെയ്യില്ല, ചോറ് നല്ല കളറും കിട്ടും കേട്ടോ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ ഇതിവിടെ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിൻ്റെ ഫ്ലെയിമിന് കുറച്ച് വെക്കണം. അപ്പം ഞാൻ ഇതിവിടെ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ച ആ ഒരു സവാളയിലേക്ക് കുറച്ച് മല്ലിയിലയും അതുപോലെ കുറച്ച് ഗരം മസാല പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് നമ്മുടെ ചോറൊന്ന് തുറന്ന് നോക്കാം. അങ്ങനെ ഇത് ചോറ് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഇതിലുള്ള വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതുപോലൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇനി വേവിച്ചെടുക്കണം. ഇനി ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കണ്ട കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ചോറ് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോവേ. അങ്ങനെ ആ ഒരു സമയം കൊണ്ട് ഞാൻ ഇതവിടെ ഇതിലേക്ക് ദം ചെയ്യുമ്പോൾ ഒഴിച്ച് കൊടുക്കാനുള്ള ആ ഒരു നാരങ്ങയുടെ മിക്സ് തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതവിടെ ചെറുനാരങ്ങ ഞാൻ ഒരു മുറി ചെറുനാരങ്ങ ഒരു ഗ്ലാസ്സിലേക്ക് പിഴിഞ്ഞ് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളവും ഒഴിച്ച് കൊടുത്തു. അതുപോലെ കുറച്ച് ബിരിയാണി കളറും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതും കൂടി അങ്ങ് മാറ്റി വെക്കാം. നമുക്കിനി നമ്മുടെ ചോറ് എന്തായി നോക്കാം. നമ്മുടെ ചോറ് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ചോറ് നല്ല പാകത്തിന് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് വെന്ത് ഉടഞ്ഞിട്ടൊന്നുമില്ല, നല്ല പാകത്തിന് തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ദം ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇതവിടെ മസാലയിലേക്ക് ചോറ് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യ് കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കിയെടുത്ത നമ്മുടെ ആ ഒരു എന്താ പറയുക നാരങ്ങയുടെ ആ ഒരു മിക്സും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ സവാളയും അതുപോലെ
മല്ലിയിലയും കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചോറ് വീണ്ടും ഇട്ട് കൊടുത്തു. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഇതുപോലെ ആ ഒരു കളറ് ഇതിൻ്റെ മുകളിലായിട്ട് കൊടിഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വീണ്ടും അതുപോലെ തന്നെ സവാളയെല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇതുപോലെ മുഴുവനും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതും കൂടെ മൂടി വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ലോ ഫ്ലെയിമിലിട്ട് ഒരു 20-25 മിനിറ്റ് ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് വെക്കുന്നുണ്ട് കേട്ടോ. സ്റ്റൗവിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 20-25 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. അതല്ല ഫ്ലെയിം കൂട്ടി വെച്ചിട്ടാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് എടുക്കാൻ പോകുന്ന സമയത്ത് ചോറ് ഒന്നും ഉണ്ടാവില്ല, എല്ലാം കരിഞ്ഞു പോയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചോറ് നമുക്കിതാ ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം. നമ്മൾ നേരത്തെ ചോറ് തയ്യാറാക്കിയെടുത്ത ആ ഒരു ചെമ്പിലേക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് ചോറ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എത്രത്തോളം ചോറ് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അത്രത്തോളം എടുക്കാം കേട്ടോ. അങ്ങനെ പിന്നെ മസാല നന്നായിട്ട് ഞാൻ ഇവിടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചോറും അവിടെ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചോറ് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ നമ്മുടെ തലശ്ശേരി സ്പെഷ്യൽ ദം ബിരിയാണി ഇതവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെയാണോ ബിരിയാണി തയ്യാറാക്കലെന്ന് വെച്ചാൽ അഭിപ്രായമെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇതുവരെ ബിരിയാണി തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കിയിട്ട് അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അത്രയും നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ബിരിയാണിയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.